ഹായ് എവരിവൺ, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്നാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിലെ മനുഷ്യരിലെ ഡൈജഷൻ, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്. We take in food through the mouth, digest and utilize it. നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു? വായിലൂടെ, മൗത്തിലൂടെ എടുക്കുന്നു, കഴിക്കുന്നു, സ്വാലോ ചെയ്യുന്നു, പിന്നെ അതിന് ഉള്ളിൽ ഡൈജസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു ആ ഭക്ഷണത്തിന് എനർജിക്ക് വേണ്ടിയിട്ട്. എനർജിക്കും ബോഡിയുടെ ഗ്രോത്തിനും ബോഡിയുടെ ഫങ്ഷനിങ്ങിനും എല്ലാത്തിനുമായിട്ട് ആ ഭക്ഷണത്തെ യൂട്ടിലൈസ് ചെയ്യുന്നു. ദ അൺയൂസ്ഡ് പാർട്സ് ഓഫ് ദ ഫുഡ് ആർ ഡെഫിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാത്ത ഭക്ഷണത്തെ വിസർജ്യത്തിലൂടെ പുറത്തു കളയുന്നു, അതായത് ഫീക്കൽ മാറ്ററിലൂടെ പുറത്തു കളയുന്നു. അതിനെയാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാവ് യു എവർ വണ്ടേർഡ് വാട്ട് ഹാപ്പൻസ് ടു ദ ഫുഡ് ഇൻസൈഡ് ദ ബോഡി? നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ വാട്ട് ഹാപ്പൻസ് ടു ദ ഫുഡ് വിത്തിൻ ദ ബോഡി? ബോഡിക്ക് ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ ചെന്നിട്ട്, നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്നിട്ട്, അത് കഴിഞ്ഞിട്ട് അതായത് ബോഡീൻ്റെ ഉള്ളിൽ ആ ഭക്ഷണത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദ ഫുഡ് പാസസ് ത്രൂ കണ്ടിന്യൂസ് കനാൽ. ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെ മൊത്തം ആനസ് വരെ അതൊരു കണ്ടിന്യൂസ് ആയ ഒരു കനാലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൈപ്പ് പോലെ ഒരു ട്യൂബാണ്, കണ്ടിന്യൂസ് ട്യൂബാണ്. അപ്പോൾ ദ ഫുഡ് പാസസ് ത്രൂ എ കണ്ടിന്യൂസ് കനാൽ. ഒരു കണ്ടിന്യൂസ് കനാലിൻ്റെ ഉള്ളിൽ കൂടെ, കണ്ടിന്യൂസ് പാസേജ് വേൻ്റെ ഉള്ളിൽ കൂടെ ഭക്ഷണം കടന്നു പോവുകയാണ്. വിച്ച് ബിഗിൻസ് അറ്റ് ദ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്തിനെയാണ് പറയുന്നത് ബക്കൽ ക്യാവിറ്റി എന്ന്. ആൻഡ് എൻഡ്സ് അറ്റ് ദ ആനസ്. അതായത് ആനസിലൂടെ വിസർജ്യം പുറത്ത് കളയുന്ന, മലം പുറത്തു പോകുന്ന, അതിനെയാണ് പറയുന്നത് ആനസ് എന്ന്. അപ്പോൾ ഇറ്റ് ബിഗിൻസ് അറ്റ് ദ ബക്കൽ ക്യാവിറ്റി. മൗത്തിൽ തുടങ്ങി ആനസ് വരെ ഒരു കണ്ടിന്യൂസ് കനാലാണത്. ദ കനാൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വേരിയസ് കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഈ കനാലിനെ, മൗത്ത് തൊട്ട് തുടങ്ങി ആനസ് വരെയുള്ള ആ കനാലിനെ, ആ പൈപ്പ് പോലുള്ള കനാലിനെ പല കമ്പാർട്ട്മെൻറ്റായിട്ടും പല സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ബക്കൽ ക്യാവിറ്റി ഫസ്റ്റ് സെക്ഷൻ, ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈസോഫാഗസ്. അത് കഴിഞ്ഞ് ഈസോഫാഗസ് പോയി ചേർന്നതാണ് സ്റ്റൊമക്ക്, ആമാശയം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമാശയത്തിൽ നിന്ന് ഭക്ഷണം പോകുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ നിന്ന് വൻകുടലിലോട്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞിട്ട് അത് എൻഡിങ് അറ്റ് ദ റെക്ടം. അതിൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ അവസാന ഭാഗങ്ങളാണ് റെക്ടം. റെക്ടത്തിൽ നിന്ന് അത് പിന്നെ ആനസ്, മലദ്വാരം, ആനസിലോട്ട് പോകുന്നു. അപ്പോൾ ആനസിൽ നിന്ന് വിസർജ്യങ്ങൾ, ഫീക്കൽ മാറ്റർ ബോഡിക്ക് പുറന്തള്ളുന്നു. അപ്പോൾ ഇങ്ങനെ പല സെഗ്മെൻ്റായിട്ട്, പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ മൊത്തം വായിൽ നിന്ന് തുടങ്ങി ആനസ് വരെയുള്ള, മൗത്തിൽ നിന്ന് തുടങ്ങി ആനസ് വരെയുള്ള കണ്ടിന്യൂസ് കനാലിനെ ഇങ്ങനെ പല സെക്ഷൻസ് ആയിട്ട്, പല കമ്പാർട്ട്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത്, ദെൻ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ആനസ്. ഇറ്റ് ഈസ് നോട്ട് എ വെരി ലോങ് പാത്ത്. ഈസ് ഇറ്റ് നോട്ട് എ വെരി ലോങ് പാത്ത്? അത് ഒരു വലിയ ഒരു വഴി തന്നെയല്ലേ ഇത്? ദീസ് പാർട്സ് ടുഗെദർ ഫോം ദ എലിമെൻ്ററി കനാൽ. അപ്പോൾ ഇതെല്ലാം മൊത്തമായിട്ട് മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള എല്ലാ പാർട്സും കൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇതിനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് അല്ലെങ്കിൽ എലിമെൻ്ററി കനാൽ എന്ന് വിളിക്കാൻ പറ്റും. ദ ഫുഡ് കോമ്പണൻറ്റ്സ് ഗ്രാജുവലി ഗെറ്റ് ഡൈജസ്റ്റഡ് ആസ് ഫുഡ് ട്രാവൽസ് ത്രൂ ദ വേരിയസ് കമ്പാർട്ട്മെൻറ്റ്. പല കമ്പാർട്ട്മെൻറ്റിലൂടെ ഫുഡ് കടന്നു പോകുമ്പോൾ അതിങ്ങനെ ഡൈജസ്റ്റായി പോകുന്നു. ദ ഇന്നർ വാൾസ് ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ and the various glands associated with the canal, such as salivary glands and liver and the pancreas, secrete digestive juices.
അപ്പോൾ സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, പിന്നെ അതുപോലെ തന്നെ പല ഗ്ലാൻസ് ഉണ്ട്, പല ഗ്രന്ഥികളുമുണ്ട്. അപ്പോൾ സച്ച് ആസ് സലൈവറി ഗ്ലാൻസ്, അതായത് സലൈവ, നമ്മുടെ തുപ്പലുണ്ടാക്കുന്ന സലൈവറി ഗ്ലാൻസ്. അതുപോലെ തന്നെ ലിവർ, കരൾ, അതൊരു ഗ്ലാൻഡാണ്. പിന്നെ പാൻക്രിയാസ്, അതൊരു ഗ്ലാൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലാൻഡ്സ് എല്ലാം എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഡൈജസ്റ്റീവ് ജ്യൂസസും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ഈ ഡയഗ്രം ഒന്ന് നോക്കാം ആദ്യം. ഇതാണ് ഡയഗ്രം. എലിമെൻ്ററി കനാൽ എവിടെ നിന്നിട്ട് തുടങ്ങി? മൗത്തിൽ തുടങ്ങി ഈ ഒരു കനാല് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് അവസാനം ആനസ് വരെ. അപ്പോൾ മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള ആ കനാല് കണ്ടിന്യൂസ് കനാലാണ്, കണ്ടിന്യൂസ് പാത്വേ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫുഡ് കടന്നു പോകുന്നത്. പല സെഗ്മെൻറ്റിലും അതിൻ്റെ ഫുഡിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ പലതാണ്. ഫുഡ് ഡൈജസ്റ്റായി പിന്നെ അത് ഒബ്സോർവ് ആവുന്നു, അതിലത്തെ ന്യൂട്രിയൻസ്. അത് കഴിഞ്ഞിട്ട് അൺഡൈജസ്റ്റഡ് ഫുഡ് ആനസ് വഴി പുറന്തള്ളുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പല സെക്ഷൻ നോക്കി കഴിയുമ്പോൾ ഇതാണ് ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ട്യൂബാണ് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ്. അത് പോയി ചേരുന്ന ഈ സംഭവമാണ് സ്റ്റൊമക്ക്. അതാണ് സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ പോകുന്നതാണ് ഈ ഭക്ഷണം ഈ ചുരുണ്ട് കിടക്കുന്ന ഈ ഇൻറ്റസ്റ്റൈനിലോട്ട്. അത് ചെറിയ കുടലാണ്, അതായത് വണ്ണമില്ലാത്ത ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് പിന്നെ ഈ വലിയ വണ്ണത്തിലുള്ള ഈ കുടലിലോട്ട് വരുന്നു. അതിനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും. വൻകുടലിൽ നിന്ന് വന്ന് റെക്റ്റത്തിലോട്ട് വന്നത്, ഇവിടെ റെക്റ്റം കാണാം. റെക്റ്റത്തിൽ നിന്ന് വന്ന് പിന്നെ ഇത് ആനസ് വഴി അൺഡൈജസ്റ്റഡ് ഫുഡ് പുറന്തള്ളുന്നു. അപ്പോൾ ഇതാണ് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ എലിമെൻ്ററി കനാൽ എന്ന് പറയും. മൗത്തിൽ തുടങ്ങി ആനസ് വരെയുള്ള ആ മൊത്തം കനാലിനെ എലിമെൻ്ററി കനാൽ എന്ന് പറയും. അതിലെ പല കമ്പാർട്ട്മെൻറ്റ്സാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ബോജോ ഈസ് ഫാസിനേറ്റഡ് ബൈ ദ ഹൈലി കോയിൽഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടൽ കണ്ട് വളരെ ഒരുപാട് കോയിലായി കിടക്കുന്ന, ചുരുണ്ടുകൂടി കിടക്കുന്ന ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടിട്ട് ബോജയ്ക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. ഹി വാണ്ട്സ് ടു നോ ഇറ്റ്സ് ലെങ്ത്. അതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് ബോജോയ്ക്ക് അറിയണം. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തന്നെ അതിൻ്റെ മാത്രം ലെങ്ത് ഇറ്റ് ഈസ് മോർ ദാൻ 5 meters. 5 മീറ്ററിൽ കൂടുതലാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിൻ്റെ മാത്രം ലെങ്ത്. വുഡ് യു ലൈക്ക് ടു മേക്ക് എ വൈൽഡ് ഗസ്? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി പറഞ്ഞു 5 മീറ്ററിൽ കൂടുതലുണ്ട്. വി ഹാവ് ഗിവൺ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് ഓൺ ദ പേജ് നമ്പർ 16. ജസ്റ്റ് ഇമാജിൻ ഹൗ സച്ച് എ ലോങ് സ്ട്രക്ചർ ഈസ് അക്കോമഡേറ്റഡ് ഇൻ എ സ്മോൾ സ്പേസ് വിത്തിൻ അവർ ബോഡി. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ചെറിയൊരു വയറിൻ്റെ ഉള്ളിൽ ഇത്രയും നീളമുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ മാത്രമായിട്ട് ഇത്രയും നീളമുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ, ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് ദീസ് പാർട്സ്, എല്ലാ പാർട്സുകളും മൗത്ത് തൊട്ട് തുടങ്ങി ആനസ് വരെയുള്ള എല്ലാ പാർട്ടുകളും കൂടിയിട്ടുണ്ടാവുന്ന ആ കനാലിനെ പറയുന്നത് എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന്. ഫുഡ് കോമ്പോണൻറ്റ്സ് ഗ്രാജുവലി ഗെറ്റ് ഡൈജസ്റ്റഡ് ആസ് ദ ഫുഡ് ട്രാവൽസ് ത്രൂ ദ വേരിയസ് കമ്പാർട്ട്മെൻറ്റ്സ്. ഈ കമ്പാർട്ട്മെൻറ്റ്സിലൂടെ ഫുഡ് കടന്നു പോകുമ്പോൾ ഫുഡ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഡൈജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഒക്കെയുള്ള ഗ്ലാൻസുകൾ, ഗ്രന്ഥികൾ, സലൈവറി ഗ്ലാൻസ്, ലിവർ, പാൻക്രിയാസ്, അതെല്ലാം ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈജഷന് ഉപയോഗിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസസ് അത് സെക്രീറ്റ് ചെയ്യുന്നു. അതും ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് കൺവേർട്ട് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഓഫ് ഫുഡ് ഇൻ ടു സിംപ്ലർ വൺസ്. കോംപ്ലെക്സ് സബ്സ്റ്റൻസസിനെ, കോംപ്ലെക്സ് മോളിക്യൂൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. The digestive tract and associated glands together constitute the digestive system. Digestive tractum, അതായത് എലിമെൻ്ററി കനാൽ, മൗത്ത് തൊട്ട് ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം,
ആനസ് അതുപോലെ തന്നെ അസോസിയേറ്റഡ് ഗ്ലാൻസിന് സലൈവ സെക്രീറ്റ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻസ്, പിന്നെ ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ലിവർ, പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാസ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻസ്, ലിവർ, പാൻക്രിയാസ് അതെല്ലാം കൂടിച്ചേർന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിനെ മൊത്തമായിട്ട് നമ്മൾക്ക് പറയാം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന്. Now let us know what happens to food in different parts of the digestive tract. ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ പല കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കി. മൗത്ത് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ആനസ് അതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്ടിലും ഓരോ കമ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ സംഭവിക്കുന്നു ഫുഡിന് എന്ന് നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ വേരിയസ് കമ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചും. ഇനി ഓരോ കമ്പാർട്ട്മെൻറ്റും എങ്ങനെ ഈ ഡൈജഷനും ഫുഡിൻ്റെ അബ്സോർപ്ഷനും യൂട്ടിലൈസേഷനും ഒക്കെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന വീഡിയോകളിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.